അതെ 3-4 ദിവസമായി നമ്മൾ റിസോർട്ടിൽ റൂം കൊടുത്തിട്ട് ഫുഡും കഴിച്ചിട്ട് ഇവിടെ ഇരിക്കണം. ഒരു ഷോർട്ട് ഫിലിമിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂല. 10-35 കൊല്ലമായിട്ട് ഫിലിമിന്റെ പുറകെ നടന്നതല്ലേ സത്യൻ സാറ്. ഒരു കഥ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് കുറെ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സംഗതിയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ റോഡൊക്കെ വീതി കൂട്ടുന്ന സമയത്ത്, ഈ ഹൈവേക്കൊക്കെ വേണ്ടിട്ട് വീതി കൂട്ടുന്ന സമയത്ത് റോഡിന്റെ 2 സൈഡും വൃത്തിയാക്കുമല്ലോ. ആ വൃത്തിയാക്കലില് സ്വന്തം കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവജാലങ്ങൾ, കടകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുള്ള കടകളല്ലാന്നേ, കടകളും കടപ്പാടും അല്ല പറയുന്നത്. ഞാന് എന്താ ഇപ്പൊ എന്റെ ഓർമ്മയില് കാക്കമരം എന്ന് പറഞ്ഞിട്ടൊരു മരം ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ. ഈ അടുത്ത് മുറിച്ച മരം. അതിങ്ങനെ പടർന്ന് പന്തിരിച്ച് നിൽക്കുകയായിരുന്നു. തന്നെയല്ല, അതിന്റെ മുകളിൽ ഇല്ലാത്ത പക്ഷികളില്ല. അതിന്റെ അടിവേര അങ്ങടെ ആർത്തപ്പോ എന്താ ഉണ്ടായത്? സകലമാന ജീവജാലങ്ങളുടെയും വീട് നഷ്ടപ്പെടുകയാണ്, കൂട് നഷ്ടപ്പെടുകയാണ്. ഇവറ്റുകൾ ഒരു ദിവസം കൊണ്ട് എവിടേക്ക് പോകും? ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോ ഇതൊരു നല്ല കോൺസെപ്റ്റ് ആണല്ലോ. നമുക്കത് ഈ ഷോർട്ട് ഫിലിമിന് പറ്റുന്ന നല്ലത്. മാത്രല്ല അത് പ്യാരിക്ക് താങ്ങിയാലും പോത്തില്ല. അനിമേഷൻ വർക്കൊക്കെ വരും. അതുമല്ല, കാക്കനെയൊക്കെ അഭിനയിപ്പിക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അനുമതി മേടിക്കണം. കേന്ദ്രത്തിൽ നിന്ന് അനുമതിയൊക്കെ മേടിച്ചിട്ട് അഭിനയിപ്പിക്കണം കാക്കാമാരുടെ ഉൾപ്പെടുത്താനേ പോരെ. ആ കാക്കയല്ല, പറക്കണ കാക്ക. വേറെ ആലോചിക്കാൻ നോക്കും. അതിപ്പോ ശീതള 1-2 ദിവസമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ഒരു ആശയമാണ്. അത് വേണ്ട രീതിയിലൊന്നും ഒരു രൂപപ്പെട്ട് വന്നിട്ടില്ല. സാർ പറയും. അതായത് ബോഡി ഷെയ്മിംഗ് ആണ് വിഷയം. അല്ല, ഈ ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി ഷെയ്മിംഗ് അറിഞ്ഞൂടെ? ജിമ്മന്മാരുടെ കഥ അതാണോ? അല്ലാന്ന്, അത് ബോഡി ബിൽഡിംഗ്. അതല്ല ശരീരപ്രകൃതിയായിട്ട് ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങൾ ഉള്ള ആളാന്ന് വിചാരിക്കുക. ശാരീരിക വൈകല്യമുള്ള ആളാണ് വിചാരിക്കുക. നിറത്തിനെ പറ്റിയിട്ടാവാം. ചിലപ്പോ ഉയരം കുറഞ്ഞ ഒരാളെ ആ കുള്ളെന്നൊക്കെ വിളിച്ച് കളിയാക്കുക. അതുപോലെ ഹൈറ്റ് കൂടിയ ആളെ തോട്ടി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിളിച്ച് കളിയാക്കുന്നതിന് എതിരായിട്ട് ഒരു വിഷയം എടുത്താൽ എന്താന്നുള്ളതാണ്. നല്ലതാണ്. സത്യം സാറേ, ഇത് അവാർഡ് ഉറപ്പാണ്. കാരണം എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പറഞ്ഞത്. ഞാനൊന്നും മനസ്സിലാവണ്ട. ഞാൻ പറയുമ്പോ കാശ് കറക്റ്റായിട്ട് ഇറക്കിയാൽ മതി, ഒക്കെ മനസ്സിലായിക്കോ. അഭിനയിക്കുന്ന നടനുണ്ടല്ലോ, അയാൾ എന്തെങ്കിലും ഒരു പ്രത്യേക ശരീരപ്രകൃതി ഉള്ള ഒരാളാവണം ഒറിജിനലായിട്ട്. അല്ല, എന്തിനാ ഒറിജിനൽ? ഞാൻ അങ്ങനെ ആയാ പോരെ? അല്ല അത് വേണ്ട. അത് നമ്മള് ഗേച്ചം കുട്ടിമാരിയിരിക്കും. അത് വേണ്ട. അതെ, ഒന്നതിൽ നല്ല തടി ഉണ്ടാവുക. അതെ, മനസ്സിലായി സാർ. അല്ലെങ്കിൽ നല്ല ഹൈറ്റില് അത് കറുത്ത ആളാവാം. അത് ഒറിജിനൽ ആയിരിക്കണം. സാറപ്പൊ സാറി പറഞ്ഞ പോലെ എന്റെ ആലോചന ഒരാളുണ്ട്. ആരാണ്? കറക്റ്റ് തടിയുണ്ട്. നമ്മൾ ഒറ്റ ലുക്കിൽ കണ്ട എല്ലാ തരത്തിലും അതിന് അനുയോജ്യപ്പെട്ട ഒരാളാണ്. നല്ല ആക്ടറാണ്. ആരാണ്? അമ്മേ, മാതാശ്രീ, ഞാൻ എവിടെയല്ല മാതാശ്രീയെ തേടി അലഞ്ഞു. ഞാൻ അലഞ്ഞു അമ്മേ. അമ്മേ, ഈ അവസ്ഥയിലാക്കി ആരായാലും അവനോട് ഞാൻ പ്രതികാരം ചെയ്യും അമ്മേ. ചെയ്യും അമ്മേ. നമസ്കാരം. ഇരിക്കും ശീതള. ഞാനേ ഒരു പുതിയ ക്ലാസിക് ഒരു സാധനം ചെയ്യുവാണ്. അപ്പൊ അതിന്റെ എന്റെ ക്യാരക്ടറിന്റെ ബിൽഡപ്പും അതിന്റെ ഇതൊക്കെ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നേ. സൗണ്ട് സൗണ്ട് ഇങ്ങനല്ല. ഞാനൊരു കഥാപാത്രമായി കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രമായിട്ട് അങ്ങ് ജീവിക്കും. എല്ലാം മാറിപ്പോ. അതെ. ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് ഹെവിയാണ്. ഹെവി സാധനമാണ്. എക്സ്പ്രഷൻസിന്റെ ബഹളമാണ്. അപ്പൊ നമുക്ക് നിങ്ങളായിരുന്നല്ലോ വിളിച്ചല്ലേ. കാര്യത്തിലേക്ക് നടക്കാം. അതായത് എന്റെ പേര് സത്യശീലൻ എന്നാണ്. ശീതളൻ. ഇദ്ദേഹമാണ് പ്രൊഡ്യൂസർ. എഴുതുന്നത്
ഞാനാണ്. എങ്ങനെയുണ്ട് എന്റെ ക്യാരക്ടറിന് പ്രൊമിനൻസ് ഉണ്ടാവുമല്ലോ? സാറേ നല്ല ക്യാരക്ടറാണ്. ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഈ കഥയിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് സാർ. ഫൈറ്റ് ഉണ്ടോ? എനിക്ക് ഫൈറ്റ് ഉണ്ടോ? ഫൈറ്റ് അല്ല സാറേ ഇത്, പക്ഷെ ഫൈറ്റിനേക്കാളും സാറിന്റെ ഓരോ വാക്കും ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഉണ്ടോ? അങ്ങനെയല്ല സാറേ. ഡാൻസ് ഇല്ല. ഇത് നമ്മളെന്താ വെച്ചാല് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് സാറിന്റെ. അതെയാണ് അങ്ങനെ. എന്ത് പറഞ്ഞാലും കുറിക്ക് കൊള്ളുന്ന വാക്കുകളും ഡയലോഗുകളാണ് സാറിന്റെ. അത്ര ശക്തമാണ് സാറിന്റെ ഓരോ വാക്കും. പഞ്ചിലാണ് സാറിന് പറ്റും, സാറിന് പറ്റും. എന്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവുമോ? അല്ല സാറേ, അതായത് ഇപ്പൊ സാറിന് ഈ ഒന്നും വേണ്ട, ഇപ്പൊ സാർ ഇങ്ങനെ തന്നെ വന്ന് നിന്നാ മതി. ശരിക്കും ഈ കഥാപാത്രത്തിന് പറ്റിയ ആളുകളെ, അങ്ങനത്തെ നടന്മാരെ മാത്രം എന്തോരം നോക്കി നമ്മൾ, എന്തോരം നോക്കി, ഇതുപോലത്തെ ഒരാളെ കിട്ടിയില്ല. വയറൊക്കുമ്പോ മത്തക്കണ്ണുണ്ടാവില്ല, മത്തക്കണ്ണുണ്ടാവുമ്പോ മപ്പനാണെന്ന് തോന്നൂല. ഇതിപ്പോ ഊത്ത വയർ ഒരു മണഗുണാഞ്ചന് പറ്റിയ ആള് തന്നെ. അല്ല സാറേ അങ്ങനെ അല്ല കഥാപാത്രത്തിന്റെ നിങ്ങൾ സംസാരിക്കണം. നീ എഴുതിക്കണം. അല്ല സാർ, എന്റെ ബിൽഡിങ്ങിന്റെ എവിടെ എഴുതിക്കണം? നീ കഥാപാത്രം അങ്ങനെയാണ് നീ കഥാപാത്രം പറയാൻ നീ ആരാടാ? ഞാൻ ആരെന്ന് വെച്ചിട്ടാടാ നീ എന്നോട് സംസാരിക്കണേ? ഞാന് ഇന്നിപ്പോ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്, ഒരു മെയിൻ നടനാണ് ഞാൻ. എനിക്ക് വയറുണ്ടെങ്കിൽ ഞാൻ അധ്വാനിച്ച് ഞാൻ അഭിനയിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് തിന്നുണ്ടാക്കിയ വയറാണ്. അത് ഞാൻ ഇനിയും വലുതാക്കും, ചിലപ്പോൾ അകത്തോട്ടാക്കും. പിന്നെ എന്റെ ഉണ്ടക്കണ്ണെന്ന് പറയുന്നത് ഇത്രയും വർഷത്തെ, എന്റെ 20 വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കണ്ണാണ്. മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു നടന്, ഇല്ലെങ്കിൽ സീരിയലിൽ ഏതെങ്കിലും ഒരു നടൻ ഉണ്ടാടാ ഈ കണ്ണ്? ഉണ്ടാടാ കണ്ണ്? ഉണ്ടാവൂല. നീ എന്നെ ഒരു കാര്യം ഞാൻ സംവിധായകനോട് എഴുത്തുകാരനോടും ഞാൻ പറയാം, നിങ്ങളുടെ ഈ സീരിയലിൽ ഞാൻ അഭിനയിക്കണില്ല. സാർ അങ്ങനെ പറയരുത്. ഇനി എന്താ? ഞാൻ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാവണമെങ്കിൽ ഐ ആം നോട്ട് ആക്ടിങ് ഇൻ യുവർ സീരിയൽ. ഞാൻ ഉങ്ങളെ സീരിയലിൽ നടിക്കറേ ഇല്ല. തുമാരെ ഹിൻ സീരിയൽ മേ ഞാൻ ആക്ട് नहीं करता हूं. റെയിൽവേ സ്റ്റേഷനാണ്. എന്താ സാറെ പറഞ്ഞ മനസ്സിലാവാ? മതി പൊക്കെ ഇവിടെ വിളിച്ചോണ്ട് പോയി. എനിക്ക് കാണണ്ടേ ഇവനെ? എന്താണ് പ്യാരി നിങ്ങൾ ഇങ്ങനെ? അല്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു. വന്നോടത്തൊക്കെ ഇങ്ങനെ ആയാലും എങ്ങനെയാണ്? നടന്മാരൊക്കെ എന്താ ഇവിടെ കളിയാക്കുള്ള വസ്തുക്കൾ? അതെ, കഥാപാത്രത്തിൽ ചോദിച്ച ആളെന്നെയാണ്. കണ്ട ഒരു മാപ്പനാന്ന് തോന്നുന്നു. പറഞ്ഞിരുത്താണ് തെറ്റി. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അമ്മേ, ഈ അവസ്ഥയിലാക്കി ആരായാലും അവനെ ഞാൻ വെറുതെ വിടില്ലമ്മേ, വിടില്ലമ്മേ. ശീതള, നമസ്കാരം. നമസ്കാരമുണ്ട്. ഇരിക്ക ശീതള. കുഴപ്പമില്ല നിങ്ങൾ ഇരിക്കും. എനിക്ക് ഏതാ അവിടേക്ക് ഇരുന്നോളൂ. ഇവിടേക്ക് ഇവിടേക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കേ. അതാ ശീതള ഇരിക്കേ. കുഴപ്പമില്ല. അതെ, നമുക്ക് അവിടെ വേണമെങ്കിൽ നിൽക്കാലോ അവിടെ. അതെ ഏട്ടാ, എന്റെ പേര് സതീശീൽ എന്നാണ്. ഞാനൊരു സംവിധായകനാണ്. പറഞ്ഞില്ലേ ഡയറക്ടറാണ്. ഞാനേ ചെറുപ്പത്തിൽ നന്നായി നാടകം കളിച്ചിരുന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കുട്ടികളെല്ലാരും കൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയ ഒരു സിനിമ എടുക്കാൻ വേണ്ടിട്ടാണ്. ഇത് അടിപൊളി കൂനാണ് ട്ടാ. ഇത് മതിയാവും നോക്കി. അല്ല ഇതിപ്പോ ജന്മന വന്നതാണ് അല്ലെങ്കിൽ ഇടക്ക് വെച്ച് വന്നതാണ്? ചിലപ്പോ ജനിക്കുമ്പോ വരും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നീ മാറ്റി തരൂ. നിങ്ങൾ അല്ല, അപ്പൊ അവനൊരു കുറവില്ലാച്ചിട്ടാവും പറഞ്ഞ. അവനെങ്ങാനും നാളെ വാദം വന്നിട്ടൊരു കാലാണ് ചട്ടാല എന്ന് വിളിച്ചപ്പോ സഹിക്കും. സൂതാട്ടാ, പുതിയ കുട്ടികളാണ്, ഒന്നും അറിയില്ലേ, വെറുതെ പ്രൊഡ്യൂസർ എന്ന് കരുതി കൂനടക്കാൻ പറ്റും. അതൊക്കെ അങ്ങനെയല്ല. പരിചയപ്പെട്ട കൂട്ടത്തില് അങ്ങനെ വന്നതാണ്. കാര്യാക്കണ്ട, പോട്ടെ. സത്യം സാർക്ക് അറിയോ, പഠിക്കണ കാലത്ത് ഇവനേക്കാ സുന്ദരനായിരുന്നു ഞാൻ. പ്രായത്തിന്റെ ഒരു സംഭവത്തിൽ ചക്ക ഇടാൻ വേണ്ടിട്ട് കയറിയതാ. ചക്കയും ഞാനും കൂടി വീണു, പൗഡർ കുത്തിയാണ്ട് വീണു. അപ്പൊ ഇങ്ങനെ ഒരു കല്ലപ്പ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിങ്ങനെ കൂടി ഇപ്പൊ കണ്ടോ ആ ചക്കട വലിപ്പല്ലേ നോക്ക്. അസല അഭിനയാണ്. നാടക യാത്ര ചെയ്തേക്കുന്ന അറിയോ? കൂനല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചെറിയ വേഷമല്ല, അതിലെ പ്രധാന വേഷം തന്നെയാണ്. നല്ല വേഷമാണ്. കഥ എന്തിയാണ്? അതെ, നമ്മളുടെ സബ്ജക്റ്റ് ഈ ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയിട്ടാണ്.
അതായത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ടൊക്കെ പറയലോ കളിയാക്കിയിട്ടൊക്കെ പിന്നെ കളിയൊക്കെ അത് അങ്ങനെ ഉള്ളവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. അപ്പൊ കണ്ടില്ലേ അവൻ വന്നിട്ട് എടുത്ത വഴിക്ക് ബോധമില്ലാണ്ടാണ്. അതെ, അപ്പൊ അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു കണ്ണ് ചോരല്ലാണ്ട് ഇങ്ങനെ വൈകല്യമുള്ളവരെ കളിയാക്കുന്നവർക്ക് എതിരെയുള്ളതാണ്. വേണം വേണം അങ്ങനത്തെ സബ്ജക്ട് വേണം. അത് വേണം. കൂനാന്ന് വിളിക്കും ഡയലോഗില്. അല്ല അത് സ്ക്രിപ്റ്റിൽ അങ്ങനെ അതാ നോക്ക്, എന്റെയാണ് കഥ. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എഴുതണ കഥ. അല്ല അഭിനയിക്കാം, വിരോധമില്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ? അതെ, ഡേറ്റ് ഞങ്ങൾ അറിയിക്കാം. അറിയിക്കണം. അതാ നന്നാവും. അങ്ങനത്തെ ക്യാരക്ടറാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത്ര വലിയ കൂനി പിന്നെ കേരളത്തിലുണ്ടാ. അപ്പൊ അതില് നല്ല വേഷമാണ്. മെയിൻ വേഷമാണേ. നല്ല വേഷമാണ്, മെയിൻ ആണ്. ശരി, അറിയിച്ചാ മതി. പഠിക്കണ സമയത്തേ നാടകത്തില് ഞാൻ നായകനായിരുന്നു. അന്നിന്റെ ഓരോ സീന് കഴിഞ്ഞങ്ങനെ ജനങ്ങൾ കയ്യടിക്കായിരുന്നു. പിന്നപ്പോ ഇങ്ങനെ ആ ആക്സിഡന്റ് ആയതിന്റെ ശേഷം ഈ കൂനുണ്ടായപ്പോ പിന്നെ ഇനി ഇതൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയില്ല. അതുള്ളതുകൊണ്ടാണ് ഇതിൽ വിളിച്ചത്. അല്ലേ വിളിക്കേയില്ല. കണ്ണമ്മോറും കണ്ടേച്ചാലും ആ സീനൊന്ന് പറഞ്ഞു തരണേ. ഹലോ, അതെ, അത് പഴവും മുട്ട പുഴുങ്ങിയതും എനിക്കും ശീതളം സാറിനും സത്യശീലനും മാത്രം മതി. കണ്ണി കണ്ട് ഊളകൾക്കൊക്കെ പഴം പുഴുങ്ങിയത് കൊടുത്തിട്ട് വൈകുന്നേരം പൈസക്ക് വന്നാലേ എന്റെ അടുത്ത് ഉണ്ടാവില്ല. ഞാനാ പ്രൊഡ്യൂസർ. എനിക്ക് ഒരു ഇലട ഇല്ലാട ഒരാട അല്ല, ഇപ്പൊ സാറ് നേരത്തെ ഈ പരിസരത്തൊക്കെ ഞാൻ കുട്ടികളെ നട പഠിപ്പിക്കട്ടോ. ഡയലോഗ് പഠിപ്പിക്കാനോളെ വെറുതെ ആവശ്യമില്ലാതെ അതൊന്നും പറഞ്ഞിട്ട് ആൾക്കാർ തിരിപ്പിക്കാൻ പറയണ റൂട്ടീനെ വെറുതെ എന്തെങ്കിലും കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോ സാറേ എനിക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുക്കേ. ആദ്യമായിട്ട് അഭിനയിക്കായതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ലാന്ന്. ഇപ്പൊ 8 മണിക്ക് ഷൂട്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് രണ്ടവന്മാര് അവിടെ നിന്ന് എന്തോ ആലോചിക്കുന്നുണ്ട്. കൊറേ കാരണന്മാര് കൊറേ പെയിന്റും അടിച്ചിട്ട് നടപ്പുണ്ട്. എന്തൊക്കെ ആവുമെന്നാവോ? ഇല്ല ആരും കണ്ടില്ലെങ്കിലും യൂട്യൂബിൽ അങ്ങോട്ട് ഇടും നമ്മള്. മുടക്കിയ പൈസ തിരിച്ചു കിട്ടിയാൽ മതി. ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഈ സീൻ എടുത്തു ഇതിനകത്തൊരു കവിത പാടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഡയറക്റ്റ് എനിക്ക് കുഴപ്പമില്ല, സാറിന് അറിയാലോ. അതിന്റെ ഒരു സൗന്ദര്യം ഭംഗിയൊക്കെ അതെ, നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. അവിടേക്ക് ആക്കാം. അതെ അതെ അതെ. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പോയിരിക്കും നിങ്ങൾ ആകുമ്പോ വിളിക്കാം കേട്ടോളേ. എന്താ അങ്ങനെ നടക്കുന്നത്? സുഖമില്ലാത്ത ആളാണ്. അല്ലല്ല, അത് എല്ലാം നോക്കി നടക്കണ്. പുള്ളിക്ക് ആ വേഷം കൊടുത്തപ്പോ മുതൽ ഗുണ്ടായിട്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞ കത്തി എവിടെയും വെക്കിന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല, അതും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ എന്നൊരു കാര്യം ചെയ്യാം, ഇതെടുക്കാം കേട്ടോ. ആ കുട്ടികളൊക്കെ റെഡി ആവാൻ പറ. അതാണ് കൂടി. സാറേ ഇവക്ക് മാത്രം സുഖമില്ല. അത് ആ കുട്ടി അഭിനയിക്കാൻ വേണ്ടി വരുമ്പോ അവര് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡാണ്, ഒരു കുടവാണെന്ന്. കൊടുത്തതാണ്. അല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കരുത്. അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. സീനാവുമ്പോ വിളിക്കാം നിങ്ങളെ. ശരി, അവിടെ പോയിരിക്കേ. കുട്ടിയെ നമസ്കാരമുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അവിടെ ഒരു ഭാഗത്ത് എവിടെ പോയിരിക്കും. ഒരു കസാര കൊടുക്കേ. എവിടെ കസാര? യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? സുഖമായിരുന്നോ? കുറച്ച് സീരിയലിലൊക്കെ അഭിനയിച്ചതിന്റെ അഹങ്കാരമാണ്. ആ കാലിന്റെ മേലെ കാറ്റൊക്കെ ഇരിക്കണം. അതിനൊന്നും ഇരിക്കാൻ പാടില്ല. അതെ, നിങ്ങളിൽ അഭിനയിക്കുന്നുണ്ടാ? ഞാൻ അതിന്റെ അകത്ത് വില്ലേ. ഞാനിതിലത്ത് ഗുണ്ടയാണ്. നിങ്ങളെ ഗുണ്ട? നിങ്ങളെ ഞാൻ അടിച്ചു മലർത്തുന്നുണ്ടല്ലോ ഇതിനകത്ത്. നിങ്ങളാ? ഈ കുള്ളനാ?
വില്ലനായ ഒരു നീളും മണ്ണും തടിയിലും വേണ്ടേ? അതിന്റെ കുള്ളന്മാർക്ക് വില്ലന്മാരായിക്കൂടാ? കുള്ളന്മാർ ഞാൻ കണ്ടില്ല ഇതുവരെ ഒരു സിനിമ. നിങ്ങൾ ഏത് വകുപ്പിലെ കുള്ളന്ന് വിളിക്കുക? വിളക്കമല വിളിയല്ലേ അത്? നീളം കുറവായതുകൊണ്ട്. നീളം കുറവായ മുഴുവൻ കുള്ളന്ന് വിളിക്കണം. എന്നിട്ട് ഞങ്ങൾ ഒട്ടകന്ന് വിളിക്കുന്നുണ്ടോ? കൊച്ചിന്ന് വിളിക്കണ്ട. ഞാൻ ഞങ്ങളുടെ നാട്ടിലൊന്നും നീളം കുറഞ്ഞ ആളെ കുള്ളൻ എന്നാണ് വിളിക്കല്. ഏതാ നിങ്ങളുടെ നാട്? എന്റെ നാട് കാസർഗോഡ്. കാസർഗോഡ് കളിച്ചാൽ മതി, ഇവിടെ കളിച്ചാൽ വിവരം അറിയിക്കണം. വിവരം അറിയിട്ടുണ്ട്. അയാൾ നോക്കിയിട്ട് കുള്ളാണ്. എങ്ങനെ കുള്ളനാണെന്നാ ചോദിക്കുന്നത്? ഇത് എന്താ ഈ പറഞ്ഞത്? നിങ്ങൾ ഒന്നാമത്തെ കത്തി എവിടെയെങ്കിലും വെക്കുക, അറിയുന്നത് അഞ്ഞത്ത് കുത്തി കയറുക. അതെ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ കറങ്ങി നടക്കരുത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിരിക്കണം, സീനാകുമ്പോ വിളിക്കാന്ന് പറഞ്ഞില്ലേ? അഭിനയിക്കുമ്പോ എടുക്കേണ്ട കത്തിയാന്ന്. അപ്പെടുത്താ പോരെ, നിങ്ങൾ കൊണ്ടിടക്കണം. നിങ്ങള് ഇവിടുത്തെ കുള്ളന്മാർക്കൊന്നും അഭിനയിക്കണ്ടേ? കാര്യങ്ങൾ നടക്കണ്ടേ? തർക്കം വരരുതല്ലോ. കുള്ളാന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ അപ്പൊ അതിന് സംബന്ധിച്ച് എന്താ ചെയ്യാ? വെറുതെ ബഹളം ഉണ്ടാക്കുകയാണ്. ഇതൊന്ന് പറഞ്ഞു കൊടുക്ക ഈ കുട്ടിക്ക്. അതെ, എല്ലാവരും ഒന്ന് വരെ, നിങ്ങളും വരെ, കുട്ടിയൊക്കെ വാ. അതെ, ഇങ്ങോട്ട് വാ. നിങ്ങൾ മുണ്ടാകരുത്, നിങ്ങൾ പാടുണ്ടാക്കരുത്. ആളോ ഒതുക്കി നിൽക്കി, ഇത് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ നമ്മുടെ കഥയില് ഇതാ പ്രധാനപ്പെട്ട വേഷം അഭിനയിക്കുന്ന ആളാണ്. ഇങ്ങോട്ട് മാറി എന്താ തിരിയണേ? ഇതാ സുഗതം പറഞ്ഞ ആളാണ്. ഇദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ഇതുണ്ട്, ഇവിടെ ഒരു വൈകല്യമുള്ള ഒരാളാണ്. അപ്പോ ഇദ്ദേഹമാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഇതുള്ളത് അദ്ദേഹത്തിന് ഒരു ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ വേറെ ആൾക്കാരൊക്കെ മൂപ്പരെ കളിയാക്കും. അപ്പൊ അങ്ങനെ കളിയാക്കുമ്പോ അങ്ങനെ കളിയാക്കുന്നതിൽ കാര്യമില്ല, വിഷമിക്കണ്ട എന്നൊക്കെ കൂട്ടി പറയണ ഒരു സീനൊക്കെയാണ് നമ്മൾ എടുക്കണത്. ക്യാമറ എടുത്തോ. എന്റെ കൈ ഓടിക്കോ, എന്റെ കൈ ഓടിക്കട്ടെ. എന്തിനു പിണങ്ങിക്കണേ? അതറിയാണ്ട് പറഞ്ഞു പോയില്ലേ? ചായ കുടിച്ചോ? എനക്കൊണ്ടാണ്. ആ കുട്ടി അതിനകത്ത് റെഡിയാ? റെഡിയല്ലേ? ഇവിടെ റെഡിയാണോ? റെഡിയാണ്. അപ്പൊ എടുക്കാം. ശീതള സാറേ എന്താണ്? അതെ, ആ ഡയലോഗ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മാറിപ്പോവാതെ നോക്കണം. ഇല്ല, എനിക്ക് ചെവി അത്ര കേട്ടുകൂടാതെ. നോക്കുന്നുണ്ട്. എന്താ തിന്നണ്? പരിപ്പോടെയാണ്. നോക്കാം. അവിടെയൊക്കെ റെഡിയായി? ആർട്ടിസ്റ്റ് റെഡി? ആ റെഡി. ക്യാമറ ക്ലാപ്പ്. Scene number 1, shot number 1. Action! ചെറിയ ലൈറ്റ് ടെക്നിക്കൽ ഇഷ്യൂ. ഭക്ഷണം നല്ല സാധനങ്ങൾ കൊണ്ടുവരും നിങ്ങൾ. ഇതെല്ലാം നടക്കുന്നത്. നോക്കട്ടെ. ആ ശരി, ഒന്നും കൂടെ സുഗത, ഒന്നും കൂടി പോയിട്ടെ, ഒന്നുകൂടെ വരണം കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം, ഇത്ര ഓവറായിട്ട് ചെയ്യണ്ട. ഒന്ന് കുറച്ചോ കേട്ടോ. നാടകത്തിന്റെ അത്ര നാടകത്തിന്റെ അത്ര വേണ്ടേ? വെറുതെ അങ്ങനെ ചെറുതായിട്ട് ചെയ്താൽ മതി കേട്ടോളേ. ആ ഒന്ന് റെഡി എടുക്കാം നമുക്ക്. ഓക്കെ ആണോ? ഇപ്പൊ റെഡി അല്ലേ? ആ കുട്ടിയെ വിളിക്കുമ്പോ വരണം. കുട്ടിയെ ആ റെഡി. ഓക്കെ സുധാ, ക്യാമറ റോൾ. ക്ലാപ്പ്. Scene number 1, shot number 2. Action. ആ കുട്ടിയെ തുറന്നോളൂ, നിങ്ങള് വാതിൽ തുറക്കേ.
ഞാൻ പറഞ്ഞില്ലേ എന്താണ് ചെറിയൊരു ടെക്നിക്കൽ ഇനിയും കുഴപ്പമാണോ എടാ ഇത് എപ്പ ശരിയാവും ഇത് ശരിയാവും. എപ്പ ശരിയാവും ഇത് തുടക്കത്തോട്ട് തുടങ്ങിയല്ല ഒരു ടേക്ക് എടുത്തല്ല 6-7 പരിപ്പോടാവും കയറ്റിയവൻ നീ എപ്പ ശരിയാവും പറയേ എന്നിട്ട് പതിലെ തുടങ്ങുക നല്ല സംഭവങ്ങളാണ് ആ നശിപ്പിച്ചത് എപ്പ ശരിയാവും പറയേ 4 പ്രാവശ്യം അരമണിക്കൂർ. അരമണിക്കൂറാ എന്തിനാ? അരമണിക്കൂറോ എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ബ്രേക്ക് പറയാം ബ്രേക്ക് സാറിനെ പറഞ്ഞാ മതി അല്ല ഈ മെലിഞ്ഞ് ചപ്ര മുടിയും ഈ കറുത്തിട്ട് വവ്വാലി ചപ്പി ഊമ്പി അവനെയൊക്കെ പിടിച്ചിട്ട് ക്യാമറ ഏൽപ്പിക്കും എടുത്തിട്ട് പോണായിരുന്നു. എന്റെ പൈസ എത്ര പോണെന്ന് പറയുമ്പോ ഒരു ടേക്ക് ഇവിടെ നടന്നിട്ടില്ല. ക്യാമറ ഉണ്ടാക്കാൻ വന്നേക്കണവൻ മാറിക്കളാ എന്ത് പേര് അല്ല ശരിയാക്കാം നമുക്ക്. ഗന്ധപ്പത് അയ്യോ നിങ്ങൾ വിഷമിക്കാണ്ട് നിക്ക് തോണി നോക്കി ഇത് ശരിയാക്കിയാ മതി കേട്ടോ. വിഷമിക്കണ്ട നിങ്ങള്. സാറേ നമുക്കൊന്ന് അഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതെ ഞാൻ ചായ വെള്ളമൊക്കെ കുടിച്ചിട്ട് നീ പരിപ്പോടം ഇല്ല. നേരത്തെ ഒരു ബ്രേക്ക് പറഞ്ഞാണോ? ഞാൻ വെള്ളം കൊടുത്താ പോരെ? എനിക്ക് കിട്ടിയില്ല അയ്യോ താങ്കളൊരു പരിപ്പോടം കൊടുക്കി.